അനുമോളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ പ്രശ്നത്തിന് തുടക്കമിട്ടത്, ഇന്നത്തെ പ്രശ്നത്തിന് തുടക്കമിട്ടത്. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇന്നലത്തെ പാത്രം കഴുകാത്ത ഇഷ്യൂവിലും അനുമോളാണ് കാരണക്കാരി. അനുമോൾ പാത്രം കഴുകാത്തത് കൊണ്ടാണ് ഈ വലിയ പ്രശ്നം ഉണ്ടായത്. അതായത് ഷാനവാസ് ഹോസ്പിറ്റലിൽ പോകേണ്ട വരെ ഒരു സിറ്റുവേഷൻ വന്നത്. അതിനെ ആരെയും ചർച്ച ചെയ്തില്ല. ആ പ്രശ്നം തുടങ്ങി വെച്ച ആരെയും അവിടെ ചർച്ച ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് ആ നൂറേനെ പറഞ്ഞു വിടാൻ, അതായത് പിരികേറ്റി വിട്ടത് അനുമോളാണ്. എന്നിട്ട് നമ്മുടെ അക്ബറിനോടായിക്കോട്ടെ ആര്യനോടായിക്കോട്ടെ പോയി പക വീട്ടുകയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ അക്ബർ എന്നൊരു പേര് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ പട്ടാ ഗേൾസിന് പിന്നെ ഭ്രാന്ത, അത് നേരെ എതിരായി. അയാൾ എന്ത് ചെയ്താലും എതിരാണല്ലോ. അതാണല്ലോ നമ്മൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തോരം കുറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പുള്ളീൻ്റെ സൈഡ് കയറിയല്ല, പക്ഷേ അങ്ങനെ പറയേണ്ടതായിട്ട് വരികയാണ്. ഇനി അനുമോളുടെ വേറൊരു കാര്യമുണ്ട്. അനുമോളിനോട് എന്ത് പറയുകയാണെങ്കിൽ യാചിച്ച് പറയണം, എന്നാലേ ചെയ്യുള്ളൂ. ഇവളെന്താ വലിയ സ്റ്റാറോ? ആ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും ഒന്നാണ്. ഇനിയിപ്പം അഥവാ എന്തെങ്കിലും നേർക്ക് നേരെ എന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പിടിക്കരുത്, ഞാനൊരു പെണ്ണാണ്, എൻ്റെ അവിടെ തൊടാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൃത്തികെട്ട സംസാരമല്ലാതെ ആ പുള്ളിക്കാരീൻ്റെ വായിൽ നിന്ന് വേറെ ഒന്നും വരില്ല. പിന്നെ പുള്ളിക്കാരിക്ക് കുറേ പ്രിവിലേജും, മൈക്കിടാതെ സംസാരിക്കാം, ബിഗ് ബോസ് ഒന്നും പറയില്ല, ലാലേട്ടനൊന്നും പറയില്ല എന്നുള്ളൊരു ധാഷ്ട്യമുണ്ട്. ലാലേട്ടൻ ഇപ്പോൾ പറഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ PR പഠിപ്പിച്ച് വിട്ടതായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. PR പഠിപ്പിച്ച് വിട്ടതാണ് എന്ന് സാധൂകരിക്കുന്ന ഒരു കാര്യം ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം അക്ബറുടെ എവിക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴും നടന്നിട്ടുണ്ടായിരുന്നു. PR, അതായത് അനുമോളുടെ PR എന്ന നമ്മുടെ പുറത്തറിയപ്പെടുന്ന ഒരാളുണ്ട്. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും അനുമോൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ഒന്നാണ്. അതായത് ഏഷ്യാനെറ്റിൽ അക്ബറിന് അറിയാവുന്ന ഒരാൾ കാരണമാണ് അക്ബർ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ, അല്ലെങ്കിൽ നിൽക്കേണ്ടതല്ല എന്നാണ് ഇന്ന് ഒരു എൻഡ്യൂറൻസ് ടാസ്കിലും പുള്ളിക്കാരി പറഞ്ഞോളൂ. അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് പറയുന്നത്? നീ മൈക്ക് മാറ്റി പലരോടും പറഞ്ഞു എന്നറിഞ്ഞു. നിനക്ക് വായിൽ പിരി വെട്ടിയിട്ടില്ലെങ്കിൽ നീ പറ, ആരെയാണ് പറയുന്നതെന്ന്. എനിക്ക് പ്രശ്നമില്ല, നീ പറ എന്ന് പറയുമ്പം അത് എനിക്കറിയത്തില്ല, അത് മറ്റു പലരും പറഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് വഴി തിരിച്ചു വിടാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും പുള്ളി പറയുന്നില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പഠിപ്പിച്ചിട്ടേക്കുന്നത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും പിരികേറ്റി വിടണം. ഇന്നത്തെ നമ്മുടെ ലൈവ് കണ്ടവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ ആദില നൂറേനെ കുറിച്ചാണ്. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൻ്റെ അകത്ത് കച്ചറയൊന്നും ഉണ്ടാക്കരുത്, നമ്മുടെ അക്ബറും ആര്യനും ഉണ്ടാക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കിക്കോ, എല്ലാ ടാസ്കിലും അതായത് ആര്യൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കച്ചറയായിട്ട് വരുന്നത് ഒന്നല്ലെങ്കിൽ നൂറ തള്ളിവിടും ആദിലേനെ, അല്ലെങ്കിൽ ഇവരങ്ങ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇവരിത് പറയുകയും ചെയ്യും, വെളുപ്പിക്കാൻ പറയുകയും ചെയ്യും, പക്ഷേ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. പിന്നെ ഇന്നും ആ വൃത്തികെട്ട സംസാരം ഉണ്ടായി. ഷാനവാസിന് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ കാരണം നെവിനാണ് എന്നുള്ള വർത്താനം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പാണ് എന്നുള്ള വർത്താനം. എന്ത് തേർഡ് റേറ്റ് വർത്താനമാണത്? ഇവരറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുമോ? അറിഞ്ഞുകൊണ്ട് ചെയ്യാനാണെങ്കിൽ അവിടെ കത്തിരിപ്പുണ്ട്, നേരെ പോയി അങ്ങ് കുത്തിയാൽ പോരെ. ഇത്രയും വൃത്തികെട്ട സംസാരത്തിന് എന്തായാലും ലാലേട്ടൻ ചോദിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ കൊട്ട് കിട്ടാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന പേരുകളായിരിക്കും. ആദ്യം പറയുന്ന 3 പേർക്ക് എന്തായാലും അടിപൊളിയായിട്ട് കൊട്ട് കിട്ടും. ആദ്യത്തെ പേര് നെവിനാണ്, അതിനൊരു സംശയമില്ല. പുള്ളിക്കാരൻ ബിഗ് ബോസ് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന് ശേഷവും പ്രൊവോക്ക് ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ നെവിൻ്റെ ക്യാപ്റ്റൻ ആയതിനു ശേഷമുള്ള സ്വഭാവം ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. രണ്ടാമത്തെ ആൾ അനുമോളാണ്. നല്ല കൊട്ട് കിട്ടും, നല്ല രീതിയിൽ. വായിൽ നിന്ന് വരുന്ന വർത്തമാനമായിക്കോട്ടെ, പിന്നെ ആ ഷാനവാസ്ക പോയപ്പം ആ ചെയ്ത കാര്യങ്ങളായിക്കോട്ടെ, അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ വീഡിയോയിൽ കറക്റ്റ് പറയുന്നുണ്ട്. ആ കാര്യങ്ങളായിക്കോട്ടെ, പിന്നെ നമ്മുടെ നൂറയ്ക്കായിരിക്കും. നൂറയ്ക്ക് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നെവിനോട് സംസാരിച്ച സംസാരം കൊണ്ടാണ്. ഇവർ അല്ലാതെ മാറി നിന്ന് ഇത് കുറേ കാര്യം സംസാരിക്കുന്നുണ്ട്, അതും എടുത്ത് ലാലേട്ടനിട്ട് കൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അക്ബറിനും ആര്യനും കിട്ടും ഈ ക്യാപ്റ്റൻസീൻ്റെ പേരിൽ. ക്യാപ്റ്റൻസി അത്യാവശ്യം നല്ല രീതിയിൽ കുളമായിരുന്നു. ഇനി ഞാൻ ടിക്കറ്റ് ടു ഫിനാലയിലെ ടാസ്കിലേക്ക് വരാം. ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്ന കട്ടപ്പണി എന്നായിരുന്നു. ഇതിൻ്റെ അകത്ത് ആര്യന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ആര്യൻ അവിടെ മിണ്ടാതിരുന്നിട്ട് ബാക്കി എല്ലാവരുടെയും, അതായത് ആദിലിൻ്റെ ആയിക്കോട്ടെ നൂറേൻ്റെ ഗെയിം കാണുകയുണ്ടായത്. പക്ഷേ അവരുടെ ഊഴം വന്നപ്പം, അതായത് ആര്യൻ്റെ ഊഴം വന്നപ്പം ഇവരെല്ലാവരും കൂടെ തിരിഞ്ഞു. കാര്യം ആര്യന് കിട്ടരുത്, അപ്പം നൂറേൻ്റെ ഫ്രണ്ടിൽ കയറുമല്ലോ. അതുകൊണ്ട് ഇവർ ചെയ്യരുതെന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് ഇവർ ഈ വൃത്തികെട്ട പരിപാടി കാണിക്കുകയും ചെയ്യും. വൃത്തികെട്ടതൊന്നുമല്ല, ഇതൊരു സ്പോർട്സാണ്, അവരെ തോൽപ്പിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് പറഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോഴാണ് അത് വൃത്തികേടായി മാറുന്നത്. ഈവൻ ആദില ഫെയറായിട്ട് കളിക്കണമെന്ന് പറഞ്ഞിട്ട് അക്ബറുടെ പാവ എടുത്ത് വെച്ചു അല്ലേ. സോ ആദ്യത്തെ ആ ടാസ്കിൻ്റെ അകത്ത് വിന്നറായത് നമ്മുടെ നൂറയാണ്. പിന്നെ രണ്ടാമത്തെ ടാസ്ക് ആയ ഒരു ക്ലാസിക് ടാസ്ക്കാണ് ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ ടാസ്ക്. വണ്ടിയിൽ എല്ലാവരും കയറിയിരിക്കുന്ന ഒരു ടാസ്ക്. അതിൻ്റെ അകത്ത് വിന്നറായത് ആര്യനാണ്, രണ്ടാം സ്ഥാനത്ത് നൂറയാണ്. ടിക്കറ്റ് ടു ഫിനാലെ നൂറ കൊണ്ടുപോയി. അത്യാവശ്യം നല്ല രീതിയിൽ നൂറ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നല്ല താങ്ങ് നൽകിയത് ആദില തന്നെയാണ്. പിന്നെ നൂറേൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി,
ഞാൻ ഒന്നാം സ്ഥാനം നോക്കിയിട്ടൊന്നും അല്ല ചെയ്യുന്നത്. പക്ഷേ ഒന്നാം സ്ഥാനത്തിൽ നിന്ന് ഇറങ്ങി ഒരു 3ഓ 4ഓ സ്ഥാനത്തേക്കായിട്ടുണ്ടെങ്കിൽ നൂറ പറയുകയും ചെയ്യും, എന്ത് പണിയാണ് ബിഗ് ബോസെ കാണിച്ച്, കുറച്ചും കൂടി എളുപ്പമുള്ളൊരു ടാസ്ക് തന്നൂടെ, എനിക്ക് വിജയിക്കണമായിരുന്നു, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയും നൂറ, എനിക്ക് പാർട്ടിസിപ്പേഷനാണ് എൻ്റെ മെയിൻ, അല്ലാതെ എനിക്ക് ജയമൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന്. അതാണ് നൂറ എന്ന് പറയുന്ന ക്യാരക്ടർ. എല്ലാവരുടെയും ബാക്കിൽ നിന്ന് പുള്ളിക്കാരി പറയുന്ന വേറെ വർത്താനം, എല്ലാവരുടെയും ഫ്രണ്ടിൽ നിന്ന് പറയുന്നത് വേറെ വർത്താനം. ഇത് നിങ്ങൾ ഓർത്തു വെച്ചോ. എല്ലാവരുടെയും ബാക്കിൽ നിന്ന് പറയുന്നത് വേറെ വർത്താനം, എല്ലാവരുടെയും ഫ്രണ്ടിൽ നിന്ന് പറയുന്നത് വേറെ വർത്താനം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ച കള്ളിയാണ് നൂറ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിന്നെ ഈ എന്ത് ടാസ്കിലായിക്കോട്ടെ എല്ലാവരും ഫെയർ കളിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. ഒരു ഗെയിമിനെ ഗെയിമായിട്ട് കാണാതെ കുറച്ചും കൂടെ എൻ്റർടൈൻമെൻ്റ് ആക്കാൻ, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ അവസാനത്തെ ടാസ്കിലൊക്കെ നൂറേനെ ആദ്യം പുറത്താക്കുന്ന രീതിയിൽ ചെയ്യാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ എൻഗേജിങ് ആയി മാറിയേനെ. പിന്നെ അതിൻ്റെ അകത്ത് ആര് വിന്നറാവും എന്നുള്ളൊരു സ്ഥിതിവിശേഷം അടക്കം ഉണ്ടായേനെ. ആര്യന് അതൊക്കെ ചെയ്യാമായിരുന്നു. ഫുള്ള് ഫെയറാണ്, ഫുള്ള് എന്താ പറയുക, ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ തന്നെ പോകുള്ളൂ എന്നുള്ള ധാരണയാണ്. ഇതൊക്കെ ഭയങ്കര ബോറാണ്. ഈ ഫെയർ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ടാസ്കിൽ നിന്ന് എടുത്ത് മാറ്റുക. അത്യാവശ്യം അൺഫെയർ ഒക്കെ ആയിട്ട് കളിച്ച് കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റ് ആക്കാൻ നോക്കുക ആ ടാസ്കിനെ. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീക്കെൻഡ് എപ്പിസോഡ് എങ്ങനെയാവുമെന്ന് കണ്ടറിയാം. താങ്ക് യു ഫോർ വാച്ചിങ്.